अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. हज़रत मसीह मऊद अलैहिस्सलाम एक जगह फरमाते हैं कि मैं ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹു എനിക്ക് ആത്മാർത്ഥരും കൂറുള്ളവരുമായ ഒരു ജമാഅത്തിനെ നൽകിയിരിക്കുന്നു എന്നതിന് അവന് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഏതൊരു ജോലിക്കും ലക്ഷ്യത്തിലേക്കുമാണോ ഞാൻ അവരെ ക്ഷണിക്കുന്നത്, വളരെ ദ്രുതഗതിയിലും ആവേശത്തോടും മറ്റുള്ളവരെ മുൻകടന്നുകൊണ്ട് തങ്ങളുടെ കഴിവിന്റെയും പ്രാപ്തിയുടെയും അടിസ്ഥാനത്തിൽ മുന്നേറുന്നതായി ഞാൻ കാണുന്നു. അവരിൽ ഒരു സത്യസന്ധതയും ആത്മാർത്ഥതയും കുടിയിരിക്കുന്നതായി ഞാൻ കാണുന്നു. ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് എന്നിൽ നിന്നും നിർദ്ദേശം ലഭിച്ചാൽ അത് പ്രാവർത്തികമാക്കാൻ അവർ തയ്യാറായിരിക്കുന്നതായി ഞാൻ കാണുന്നു. പറയുന്നു, തങ്ങളുടെ ഇമാമിനെ അനുസരിക്കുന്നതിലും പിൻപറ്റുന്നതിലും ഇவ்விധമുള്ള ആവേശവും ആത്മാർത്ഥതയും കൂറും പ്രകടമാക്കുന്നില്ലെങ്കിൽ ഒരു സമൂഹവും ഒരു ജമാഅത്തും തന്നെ തയ്യാറാകുന്നതല്ല. ഹദ്റത്ത് മസീഹിന് പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിക്കേണ്ടി വന്നതിലും മറ്റു കാരണങ്ങളോടൊപ്പം ജമാഅത്തിന്റെ ബലഹീനതയും ആത്മാർത്ഥതയുടെ കുറവും കൂടി അടങ്ങിയിരുന്നു. ഇത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ് പറയുന്നു. എന്നാൽ ഇതിനു വിപരീതമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബ റളിയല്ലാഹു അൻഹും ലോക ചരിത്രത്തിൽ എവിടെയും കാണാത്ത സത്യസന്ധതയുടെയും കൂറിന്റെയും മാതൃക പ്രകടിപ്പിക്കുകയുണ്ടായി. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായി എല്ലാ തരം ദുഃഖങ്ങളും സഹിക്കുന്നത് എളുപ്പമായി കരുതി. ഏതുവരെ എന്നാൽ പ്രിയപ്പെട്ട നാട് പോലും അവർ ഉപേക്ഷിച്ചു. തങ്ങളുടെ ധനത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും കൂട്ടുകുടുംബങ്ങളിൽ നിന്നും അവർ അകന്നു. അവസാനം തിരുനബിക്കായി തങ്ങളുടെ ജീവൻ നൽകുന്നതിന് പോലും അറച്ചിരിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്തില്ല. ഈ ഒരു സത്യസന്ധതയും കുറുമാണ് അവസാനം അവരുടെ ലക്ഷ്യപ്രാപ്തിക്ക് കാരണമായി മാറിയത്. ഇതേപോലെ അള്ളാഹു എന്റെ ജമാഅത്തിനെ ഇവരുടെ സ്ഥാനവും പദവിയും അനുസരിച്ച് ഒരു പ്രത്യേക ആവേശം നൽകിയതായി ഞാൻ കാണുന്നു. അവർ കൂറിന്റെയും സത്യസന്ധതയുടെയും മാതൃക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഹഖീഖത്തുൽ വഹി എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹു പ്രകടമാക്കിയ അടയാളങ്ങളെ വിവരിച്ചുകൊണ്ട് 76-ാം അടയാളത്തിൽ പറയുന്നു, ബറാഹിന് അഹ്മദിയായിൽ എന്നെക്കുറിച്ച് അള്ളാഹുവിന്റെ ഒരു പ്രവചനം ഇപ്രകാരം കാണാം. അൽഖൈതു അലൈക മഹബ്ബത്തൻ മിന്നി വലിതുസ്ന അലാ ഐനി.
അള്ളാഹു പറയുന്നു, ഞാൻ നിന്നോടുള്ള സ്നേഹം ജനഹൃദയങ്ങളിൽ ഇടുന്നതാണ്, എന്റെ കൺമുമ്പിൽ നിന്നെ പരിപാലിക്കുന്നതാണ്. എന്നോടൊപ്പം ഒരാൾ പോലും ബന്ധപ്പെടാതിരുന്ന കാലത്തുള്ള ഇൽഹാമാണിത്. പിന്നീട് ഒരു കാലം കഴിഞ്ഞപ്പോഴാണ് ഈ ഇൽഹാം പൂർത്തിയായത്. എന്നോടുള്ള സ്നേഹം ഹൃദയങ്ങളിൽ നിറക്കപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ അള്ളാഹു ഉണ്ടാക്കുകയും ചെയ്തു. ചിലർ എനിക്കായി ജീവൻ നൽകി, ചിലർ തങ്ങളുടെ ധനനഷ്ടം എനിക്ക് വേണ്ടി സ്വീകരിച്ചു, ചിലർ എന്റെ പേരിൽ തങ്ങളുടെ ദേശത്തു നിന്നും പുറത്താക്കപ്പെടുകയുണ്ടായി. അവർ വേദനിപ്പിക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെടുകയും ചെയ്തു. തങ്ങളുടെ ആവശ്യങ്ങളെക്കാളും എന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട ധനത്തെ എന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇവിടെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഒരു ആത്മാർത്ഥ സഹാബി ഹദ്റത്ത് സയ്യിദ് നാസിർ ഷാ സാഹിബ് ഓവർസിയറുടെ ഒരു കത്തിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്നു. അദ്ദേഹം എഴുതുന്നു, എന്റെ ഏറ്റവും വലിയ അഭിലാഷം ഇപ്പോൾ ഉള്ളതുപോലെ ഖിയാമത്ത് നാളിലും ഉസുറിനോടൊപ്പം സ്വാത്വികരായ വലിയ ജമാഅത്തിൽ ഞാനും അംഗമാകണമെന്നതാണ്. ഹുസൂർ, എനിക്ക് സൽഗുണ സമ്പന്നനായ അങ്ങയോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് അള്ളാഹുവിന് ശരിക്കും അറിയാം. എന്റെ സ്വത്തുക്കൾ സർവ്വതും എന്റെ ജീവനും താങ്കളിൽ തണ്ടമാക്കുകയാണ്. 1000 ജീവനോടൊപ്പം താങ്കളിൽ എന്നെ കുർബാൻ ചെയ്യുന്നു. എന്റെ സഹോദരങ്ങളും മാതാപിതാക്കളും താങ്കളിൽ തണ്ടമായിരിക്കട്ടെ. അള്ളാഹു എന്റെ പര്യവസാനം താങ്കളുടെ സ്നേഹത്തിലും അനുസരണത്തിലും ആക്കട്ടെ. ആമീൻ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഞാൻ ഇത്രമാത്രം ഉയർന്ന സത്യസന്ധതയും കൂറും എന്റെ ജമാഅത്തിലെ അധികം ആളുകളിലും കാണുമ്പോൾ അനിയന്ത്രിതമായി ഞാൻ ഇപ്രകാരം പറഞ്ഞു പോകുന്നു, എന്റെ സർവശക്തനായ നാഥ, ഓരോ അണുവിലും നിന്റെ നിയന്ത്രണമാണുള്ളത്. ഈ ജുഗുപ്സാവഹമായ കാലത്ത് ഇവരുടെ ഹൃദയങ്ങളെ നീയാണ് എന്നിലേക്ക് വലിച്ചു അടുപ്പിച്ചത്. അങ്ങനെ അവർക്ക് സ്ഥിരചിത്തത പ്രദാനം ചെയ്യുകയും ചെയ്തു. ഇത് നിന്റെ കുദ്റത്തിന്റെ മഹത്തായ അടയാളമാണ്. ഇപ്പോൾ ഞാൻ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആത്മാർത്ഥരായ സഹാബത്തിന്റെ ചില റിവായത്തുകൾ കൽപ്പിക്കുന്നതാണ്. അവരിൽ ആത്മാർത്ഥതയും കൂറും സ്നേഹവും അനുസരണവും നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. ചില കാര്യങ്ങൾ നമുക്ക് നിസ്സാരമായി തോന്നിയേക്കാം, ചെറിയ ചെറിയ സംഭവങ്ങളായിരിക്കാം. മനുഷ്യൻ കരുതുന്നത് ഇത് എന്താണ്, ഇത്ര വലിയ കാര്യമാണോ, ഇതും വലിയ അനുസരണമാണോ എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ അനുസരണവുമായി ബന്ധപ്പെട്ട ഓരോ സംഭവങ്ങളിലും ഗഹനമായ പാഠം ഉൾക്കൊള്ളുന്നുണ്ട്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബാക്കൾക്ക് അദ്ദേഹത്തോടുണ്ടായിരുന്ന സ്നേഹവും കൂറും കാരണമായി അവർ എത്ര സന്തോഷത്തോടെയാണ് അദ്ദേഹത്തെ അനുസരിച്ചിരുന്നത്. ഇതെല്ലാം നമുക്ക് മാതൃകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള നിസ്വാർത്ഥമായ അനുസരണവും ബന്ധവുമാണ് തഖ്വയിൽ മുന്നേറാൻ കാരണമായി തീരുന്നത്. ജമാഅത്തിന്റെ ഐക്യത്തിനും ഉയർച്ചയ്ക്കും കാരണമായി തീരുന്നതും ഇത് തന്നെ. ഹദ്റത്ത് ഫസൽ ഇലാഹി സാഹിബ് റിട്ടയർഡ് പോസ്റ്റ്മാൻ പറയുന്നു, സർക്കാരിൽ നിന്നും എന്റെ പ്രമോഷനുള്ള ഓർഡർ വന്നു. ഞാൻ ഈ കാര്യം ഹദ്റത്ത് സാഹിബിനോട് പറഞ്ഞു, ഹുസൂർ എനിക്ക് പ്രമോഷൻ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ ഹുസൂർ പറഞ്ഞു, ഫസൽ ഇലാഹി നോക്കൂ, ഇവിടേക്ക് ആളുകൾ ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് വരുന്നത് കാദിയാനിലേക്ക്. നിങ്ങൾ പ്രമോഷന്റെ പേരും പറഞ്ഞ് ഇവിടെ നിന്ന് പോവുകയാണോ? ഇവിടെ തന്നെ നിന്നാലും സാമ്പത്തികമായ നിങ്ങൾക്കുണ്ടാകുന്ന കുറവ് നാം നികത്തിത്തരാം. അദ്ദേഹം പറയുന്നു, ഹുസൂറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഇവിടം വിട്ടു പോകാൻ കൂട്ടാക്കിയില്ല, ഇവിടെ തന്നെ നിന്നു. സാമ്പത്തികമായ നേട്ടമെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്തു. ഹദ്റത്ത് മുഫ്തി മസ്റൂർ റഹ്മാൻ സാഹിബ് വിവരിക്കുന്നു, ഹുസൂർ അലൈഹി സ്വലാം ഗുരുദാസ്പൂരിൽ കേസിന്റെ ദിവസങ്ങളിൽ പോകാറുണ്ടായിരുന്നു. അപ്പോൾ എന്നെ എപ്പോഴും കൂടെ കൂട്ടാറുണ്ടായിരുന്നു. അക്കാലത്ത് കുതിരവണ്ടിയാണ് ഉണ്ടാകാറ്. രാവിലെ പുറപ്പെടാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ മിയാ ഫസലുർ റഹ്മാൻ സാഹിബ് എവിടെയാണ് എന്ന് ചോദിക്കും. ഞാൻ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും, ഇല്ലെങ്കിൽ ആളെ വിട്ട് എന്റെ വീട്ടിൽ നിന്നും വിളിപ്പിക്കും, വേഗം വരാൻ പറഞ്ഞയക്കും. ഹുസൂറിന്റെ കുതിരവണ്ടി എപ്പോഴും ഞാനാണ് ഓടിച്ചിരുന്നത്.
കുതിരവണ്ടിക്കാരനോട് ഓടിപ്പിക്കാൻ പറയാറില്ല. കുതിരവണ്ടിക്കാരന്റെ സ്ഥാനത്ത് ഞാനിരിക്കും. മിയാം ഷാദി ഖാൻ സാഹിബ് മർഹൂം എന്റെ മുമ്പിൽ അടുത്തായി ഇരിക്കും. കുതിരവണ്ടിയിൽ ഹുസൂർ മാത്രമായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയായിരിക്കെ എന്റെ രണ്ടാമത്തെ കുട്ടി അസുഖം പിടിപ്പെട്ടു. കേസിനായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ഉള്ള സംഭവമാണിത്. കുട്ടിക്ക് ടൈഫോയിഡായി. ഹുസൂർ പലപ്പോഴും അവനെ കാണാനായി വന്നുകൊണ്ടിരുന്നു. കേസിന് ഒരു ദിവസം മുമ്പ് എന്റെ ഭാര്യ പറഞ്ഞു, ഹുസൂറിന് ദുആക്കായി എഴുതിയാലും. ഞാൻ പറഞ്ഞു, ഹുസൂർ നിത്യവും കുട്ടിയെ കാണാൻ വരുന്നില്ലേ, പിന്നെ എന്തിനാണ് എഴുതുന്നത്? എന്നാൽ ഭാര്യ നിർബന്ധം പിടിച്ചു. അങ്ങനെ ഒരു കത്തെഴുതി വിട്ടു. ഹദ്റത്ത് ഇതിന് മറുപടി വേയായി എഴുതി, ഞാൻ ദുആ ചെയ്യുക തന്നെ ചെയ്യും, എന്നാൽ മാറ്റപ്പെടാത്ത തക്ദീറാണെങ്കിൽ അത് മാറ്റപ്പെടുകയില്ല. ഈ വാക്കുകൾ വായിച്ച് എന്റെ അശ്രുകണങ്ങൾ ഒഴുകാൻ തുടങ്ങി. ഭാര്യ ചോദിച്ചു, എന്താണ് കാര്യം? ഇനി ഈ കുട്ടി നമ്മുടെ അടുത്ത് നിൽക്കില്ല. ഈ കുട്ടി സുഖം പ്രാപിക്കുമായിരുന്നുവെങ്കിൽ ഇങ്ങനെ എഴുതുമായിരുന്നില്ല. അടുത്ത ദിവസം കാലത്തായിരുന്നു യാത്ര. എല്ലാവരും ഹുസൂറിനെ കാത്ത് കവലയിൽ നിൽക്കുകയായിരുന്നു. ഹുസൂർ വന്നു. ആരോടും ഒന്നും സംസാരിച്ചില്ല. നേരെ എന്റെ വീട്ടിലേക്ക് വന്നു. കുട്ടിയെ നോക്കി, എന്നിട്ട് അവന്റെ മേൽ ഊതി, എന്നിട്ട് പറഞ്ഞു, നീ ഇന്ന് ഇവിടെ തന്നെ നിൽക്കുക, നാളെ ഞാൻ വരുന്നതാണ്. കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ്. ഞാൻ അവിടെ തന്നെ നിന്നു. ഹുസൂറിന്റെ യാത്രകളിൽ ഈ ഒരു യാത്രയിൽ മാത്രമാണ് എനിക്ക് കൂടെ പോകാൻ കഴിയാതിരുന്നത്. കുട്ടിയെക്കുറിച്ചുള്ള വ്യസനം ഉണ്ട് എന്നുള്ളത് ശരി, എന്നാൽ ഒരു ദിവസം യാത്രയിൽ കൂടെ പോകാൻ കഴിയാത്തതിലുള്ള ദുഃഖമാണ് ഏറെ പ്രകടമായി കാണുന്നത്. മൗലവി നിസാമുദ്ദീൻ സാഹിബിന്റെ മകൻ ഹദ്റത്ത് ഹാഫിസ് അബ്ദുൽ ലത്തീഫ് സാഹിബ് വിവരിക്കുന്നു, മീർ മുഹമ്മദ് ഇസ്മായിൽ റിട്ടയർഡിൽ നിന്നും നേരിട്ട് കേട്ട സംഭവമാണിത്. അദ്ദേഹം മെഡിക്കൽ കോളേജ് ലാഹോറിൽ പഠിക്കാനായി വന്നപ്പോൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത് ലാഹോറിലെ വീട്ടിൽ ഒറ്റക്ക് താമസിക്കരുത് എന്നാണ്, ആരെയെങ്കിലും കൂടെ നിർത്തേണ്ടതാണ്. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരിക്കലും ഒരു പട്ടണത്തിൽ ഞാൻ കണ്ടപ്പോഴൊന്നും ഒറ്റക്ക് താമസിച്ചിട്ടില്ല. അക്കാലത്ത് ബോർഡിംഗ് മെഡിക്കൽ കോളേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. മീർ സാഹിബ് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുകയായിരുന്നു. അദ്ദേഹം ഹുസൂറിന്റെ നിർദ്ദേശം അവിടേക്ക് മാത്രം കണക്കാക്കാതെ ജീവിതത്തിൽ എവിടെയാണെങ്കിലും ആരെയെങ്കിലും കൂടെ കൂട്ടുമായിരുന്നു. അമീർ ബക്ഷ് സാഹിബിന്റെ മകൻ ഹദ്റത്ത് മലിക് ഷാദി ഖാൻ സാഹിബ് പറയുന്നു, ഞാൻ ഒരിക്കൽ മിയാൻ ജമാലുദ്ദീൻ സാഹിബ് മർഹൂമിന്റെ കൂടെ കാദിയാനിൽ വന്നു. മസ്ജിദ് മുബാറക്കിൽ ഞങ്ങൾ വന്നപ്പോൾ ളുഹറിന്റെ സമയമായിരുന്നു. ഹദ്റത്ത് സാഹിബ് നമസ്കരിക്കാനായി വന്നു. അപ്പോൾ ഞാൻ കൈകൊടുത്തു. എന്റെ ചെവിയിൽ ചെറിയ റിങ്ങുകൾ ഉണ്ടായിരുന്നു. ഹുസൂർ ചോദിച്ചു, ഈ റിങ്ങുകൾ എന്തിനാണ്? മുസ്ലിങ്ങൾ ഇത് ധരിക്കാറില്ലല്ലോ. മിയാൻ ജമാലുദ്ദീൻ സാഹിബ് പറഞ്ഞു, ഗ്രാമവാസികൾ പൊതുവിൽ അങ്ങനെയാണ്, അവർക്ക് ഇങ്ങനെയുള്ള മസലകളൊന്നും അറിയില്ല. പറഞ്ഞു, അവ കാതിൽ നിന്നും അയച്ചു കളയുക. മീർ നാസിർ നവാബ് സാഹിബ് ഉടനെ അയച്ചു മാറ്റാൻ പറഞ്ഞു, കാരണം ഹദ്റത്ത് സാഹിബ് കൽപ്പിച്ചിരിക്കുകയാണ്. ഞാനത് അപ്പോൾ തന്നെ അയച്ചു മാറ്റി. അസ്ർ നമസ്കാര സമയത്ത് നമസ്കരിക്കുവാനായി വന്നപ്പോൾ ഹുസൂർ പറഞ്ഞു, ഇപ്പോഴാണ് മുസൽമാനായി തോന്നുന്നത്. അതിനുശേഷമാണ് ഞാൻ ബയ്യത്ത് ചെയ്തത്. ഇതിനു മുമ്പേ ബയ്യത്ത് ചെയ്തിരുന്നില്ല. ഇക്കാലത്ത് ചില കുട്ടികൾ പേഷന്റെ പേരും പറഞ്ഞും അതും ഇതും ധരിക്കാറുണ്ട്. ചിലരുടെ കഴുത്തിൽ സ്വർണത്തിന്റെ മാല കാണാം. ഇതെല്ലാം നിരോധിക്കപ്പെട്ടതാണ്. പുരുഷന്മാർക്ക് സ്വർണം ധരിക്കൽ നിരോധിക്കപ്പെട്ടതുമാണ്. ചുറ്റുപാടിന്റെ സ്വാധീനമായിരിക്കും അത്. ചില അഹമ്മദി കുട്ടികളും ഇങ്ങനെയുള്ള ഫാഷൻ ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. ബഷീർ അഹമ്മദ് സാഹിബ് ഭട്ടിയുടെ മാതാവ് വിവരിക്കുന്നു, ഒരിക്കൽ ഹസ്രത്ത് അഖ്ദസ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിൽ അല്പം നെയ്ച്ചോറുണ്ടാക്കി. ഹുസൂറിന്റെ ആജ്ഞപ്രകാരം ഹസ്രത്ത് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ കാദിയാനിലുള്ള എല്ലാ അഹമ്മദി വീടുകളിലും കുറച്ചു കുറച്ചായി അത് എത്തിച്ചു. ആ ചോറിനെ അനുഗ്രഹീത ചോറ് ബർക്കത്ത് കാ ചാവൽ എന്നാണ് പറയപ്പെടാറ്. വീട്ടിലുള്ള എല്ലാവർക്കും അത് നൽകണം എന്ന് ഹുസൂർ കൽപ്പിക്കുകയും ചെയ്തിരുന്നു. ബഡാ ഖാദി സാഹിബ് തന്റെ മൂത്ത മകൻ ബഷീർ അഹമ്മദ് സാഹിബ് അക്കാലത്ത് ജമ്മുവിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിനായി ഒരു കവറിൽ അല്പം ചോറിന്റെ വെറ്റുകൾ ഒട്ടിച്ചിട്ട് അയച്ചു.
लिफाफे में चंद दाने कागज के साथ चिपका के भेज दिए വീട്ടിലെ എല്ലാവർക്കും ഇത് നൽകണം എന്ന് कि उनको जी चावल കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് അത് പൂർണ്ണമായും इतनी हद तक तमील की പാലിക്കപ്പെട്ടു. മകൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവന് ലഭിക്കാൻ ഒരു കടലാസിൽ അല്പം ചോറ് ഒട്ടിച്ച് അയച്ചു. എന്നിട്ട് കത്തിൽ പ്രകാരം എഴുതി ചോറ് ഒട്ടിച്ചിട്ടുള്ള ആ ഭാഗം മാത്രം തിന്നുക. ഇതായിരുന്നു അനുസരണവും സ്നേഹവും. ഹദ്റത്ത് മിയ അബ്ദുൽ ഗഫാർ സാഹിബ് ജല റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഹുസൂർ അവസാന ദിവസം ലാഹോറിൽ പോയപ്പോൾ എന്റെ പിതാവിനെ കത്തെഴുതി വിളിപ്പിച്ചു. ഉപ്പ ലാഹോറിൽ എത്തിയപ്പോൾ ഖാജ കമാലുദ്ദീൻ സാഹിബ് അദ്ദേഹത്തോട് ചോദിച്ചു, മിയാ ഗുലാം റസൂൽ, നീ ഞങ്ങളുടെ ഇവിടെ എന്തെടുക്കുകയാണ്, എന്തിനാണ് വന്നത്? ഉപ്പ ഹുസൂറിന്റെ കത്തെടുത്ത് കാണിച്ചു കൊടുത്തു. എന്നെ കത്തെഴുതി വിളിപ്പിച്ച് വരുത്തിയ വ്യക്തിയോട് ചോദിക്കുക എന്തിനാണ് വിളിപ്പിച്ചതെന്ന്. പിന്നീട് ഹുസൂറുമായി ഞാൻ മുലാഖാത്ത് നടത്തി. ഹുസൂറിന്റെ മുടി വെട്ടിക്കൊടുത്തു, മുടിയിൽ മൈലാഞ്ചിട്ട് കൊടുത്തു. ഖാജ സാഹിബ് പറഞ്ഞ കാര്യവും പറഞ്ഞു. ഹുസൂർ ഒരു കത്തെഴുതി കൊടുത്തു. ഉപ്പ ആ എഴുത്ത് താഴെ കൊണ്ടുപോയി കാണിച്ചു. എല്ലാവരും നിശബ്ദരായി, ആരും ഒന്നും മിണ്ടിയില്ല. ഹുസൂർ തന്റെ ഹുസൂർ ഉപ്പാക്ക് 5 രൂപ നൽകി തന്റെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, താങ്കളെ ഞാനാണ് വിളിച്ചത്, ഇവരുടെ കാര്യങ്ങളോർത്ത് താങ്കൾ വിഷമിക്കരുത്. സഹാബാക്കൾക്ക് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടുണ്ടായിരുന്ന സ്നേഹത്തെക്കാൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് സഹാബാക്കളോടും സ്നേഹമുണ്ടായിരുന്നു, അത് പ്രകടിപ്പിച്ചിരുന്നു. ഹദ്റത്ത് ഷെയ്ഖ് സൈനുൽ ആബിദീൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ആബിദ് സാഹിബ് ഖാദിയാനിൽ വന്നപ്പോൾ ഹുക്ക പുകവലി കൂടുതലായി വലിച്ചിരുന്നു. മിയാ നിസാമുദ്ദീൻ സാഹിബിന്റെ വീട്ടിൽ പോയാണ് ആരും കാണാതെ വലിച്ചിരുന്നതും. ഇക്കൂട്ടർ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബന്ധുക്കളായിരുന്നുവെങ്കിലും കഠിന ശത്രുക്കളായിരുന്നു. ഹദ്റത്ത് സാഹിബിനും ഇക്കാര്യം അറിയാൻ ഇടയായി. പറഞ്ഞ്, മിയാ ഹാമിദ് അലി, ഇതാ പൈസ, അങ്ങാടിയിൽ പോയി ഒരു ഉക്ക വാങ്ങിക്കൊണ്ടുവരിക, അതോടൊപ്പം പുകയിലെയും. ആവശ്യം വരുമ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് വലിക്കാം, അവരുടെ അടുത്ത് പോകരുത്, കാരണം അവർ ഇസ്ലാമിനെ പോലും നിഷേധിക്കുന്നവരാണ്. അദ്ദേഹം ഉക്ക വാങ്ങിക്കൊണ്ടുവന്ന് വലിച്ചുകൊണ്ടിരുന്നു. അതിഥികളും അതേ ഉക്ക വലിക്കുമായിരുന്നു. 6 മാസങ്ങൾക്ക് ശേഷം അരസായി പറഞ്ഞു, മിയാ ഹമീദ് അലി, ഈ ഉക്ക വിട്ടൊഴിഞ്ഞെങ്കിൽ എത്ര നന്നായേനെ. ആഫീസായി പറഞ്ഞു, ശരി ഹുസൂർ. അങ്ങനെ അദ്ദേഹം ഉക്ക ഉപേക്ഷിച്ചു, ഉടനെ ഉപേക്ഷിച്ചു. ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും രക്ഷിക്കുന്നതിനായി ആദ്യം അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുകയുണ്ടായി. സ്വന്തമായിട്ട് ഒന്ന് വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആരോഗ്യത്തിന് ഹാനികരമായ വസ്തു ആയതുകൊണ്ടും മനുഷ്യനെ നശിപ്പിക്കുന്നതായതുകൊണ്ടും ഇത് ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊടുത്തു. ഒരു പ്രാവശ്യം ഇതിനുള്ള സംവിധാനം ചെയ്തു കൊടുത്തതുകൊണ്ട് ഇത് അനുവദനീയമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. പുകവലിയും മറ്റുമെല്ലാം പൊതുവിൽ മോശമായ ശീലങ്ങളാണ്, അത് ഉപേക്ഷിക്കുക തന്നെയാണ് ഉത്തമം. മാത്രമല്ല ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് ഇപ്രകാരം പറയുകയുണ്ടായി, പുകവലിയും മറ്റും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നുവെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും അവ നിരോധിക്കുമായിരുന്നു. ഹദ്റത്ത് മലിക് ഗുലാം ഹുസൈൻ സാഹിബ് മുഹാജിർ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, സേഠ് സാഹിബിനെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്, ഒരിക്കൽ അദ്ദേഹം വന്നപ്പോൾ ഹദ്റത്ത് സാഹിബ് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മിയാ ഗുലാം ഹുസൈൻ, സേഠ് സാഹിബിനെ സേവിക്കാനായി പീരയെയും മിയാ കരംദാദിനെയും ഞാൻ നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹം സാധു മനുഷ്യനാണ്, അതുകൊണ്ട് നിങ്ങളും അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കണം. പീരയെ ഏൽപ്പിച്ചിരുന്ന ജോലി അദ്ദേഹത്തിനായി അങ്ങാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരിക എന്നതായിരുന്നു. അദ്ദേഹം പുകവലി ശീലമുള്ള ആളായിരുന്നതിനാൽ കരംദാദ് അദ്ദേഹത്തിന് ഹുക്ക തയ്യാറാക്കി കൊടുത്തിരുന്നു. എന്നെ ഹുസൂർ ഇവർ രണ്ടുപേരെയും മേൽനോട്ടം വഹിക്കാനാണ് നിയമിച്ചത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളും അദ്ദേഹത്തെ ശരിക്കും നോക്കണം, വലിയ ആദരണീയനായ വ്യക്തിയാണ്, വളരെ ദൂരെ നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. സേഠ് സാഹിബ് എന്നോട് പറയാറുള്ളത്, മിയാ ഗുലാം ഹുസൈൻ, തണുത്ത വെള്ളം വേണം. ഞാൻ അദ്ദേഹത്തിനായി ഓടിപ്പോയി വലിയ പള്ളിയിൽ നിന്നും തണുത്ത വെള്ളം കൊണ്ടുവരും. അദ്ദേഹത്തിനുള്ള ഭക്ഷണം വീട്ടിൽ നിന്നും പാകം ചെയ്ത് കൊണ്ടുവരുമായിരുന്നു.
ഞാനാണ് ഭക്ഷണം അദ്ദേഹത്തിന് വിളമ്പിയിരുന്നത്. അദ്ദേഹം 1.5 മാസം വരെ ഇവിടെ നിൽക്കാറുണ്ട്. ഹദ്റത്ത് സാഹിബ് ഇടയ്ക്കിടയ്ക്ക് സേഠ് സാഹിബിന് ബുദ്ധിമുട്ട് വല്ലതുമുണ്ടോ എന്ന് എന്നോട് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ പുഞ്ചിരിച്ചുകൊണ്ട് ഹദ്റത്ത് സാഹിബ് മസ്ജിദിൽ വെച്ച് സേഠ് സാഹിബിനോട് ചോദിച്ചു, സേഠ് സാഹിബ്, താങ്കൾക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഹുസൂർ, ഒരു ബുദ്ധിമുട്ടുമില്ല. മിയാ ഗുലാം ഹുസൈൻ സാഹിബ് വെള്ളം പോലും പള്ളിയിൽ നിന്നും കൊണ്ടുവന്ന് തരാറുണ്ട്. സേഠ് സാഹിബിനെ യാത്രയാക്കാനായി ഹദ്റത്ത് സാഹിബ് ദാറുസ്സിഹത്ത് വരെ പോകുമായിരുന്നു. ഹദ്റത്ത് സാഹിബ് തിരിച്ചു വരുമ്പോൾ എന്നെയും പീറയെയും കരന്താദിനെയും വിളിച്ച് അവർക്ക് 2 രൂപ വീതവും എനിക്ക് 5 രൂപയും പാരിതോഷികമായി നൽകിയിരുന്നു. അതിഥികളെ ആദരിക്കലും അവർക്ക് വേണ്ടി സേവനം ചെയ്യലും ഹുസൂറിന്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും പൊതുവിൽ ചെയ്യാറുണ്ടായിരുന്നു. അതിഥികളെ സൽക്കരിക്കണം എന്നത് പൊതുവിലുള്ള കൽപ്പനയാണ്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യമാണുള്ളത്. ഒന്ന് സേവനം ചെയ്യുക എന്നതും മറ്റൊന്ന് സ്നേഹത്തിന്റെയും അനുസരണത്തിന്റെയും മാതൃക പ്രകടിപ്പിക്കുക എന്നതും. ഹദ്റത്ത് മൗലവി അസീറുദ്ദീൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഒരിക്കൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബ് ലാഹോറിൽ ജോലി ചെയ്തിരുന്ന അവസരത്തിൽ കാലത്ത് പോകാനായി അനുവാദം ചോദിച്ചു. ഹദ്റത്ത് സാഹിബ് പറഞ്ഞു, നിങ്ങൾ പോകണ്ട, ഇന്ന് ഇവിടെ തന്നെ നിന്നാലും. മുഫ്തി സാഹിബ് ഉച്ചസമയത്ത് വീണ്ടും അപേക്ഷിച്ചു, ഹുസൂർ, ജോലിയുടെ പ്രശ്നമാണ്, ഇന്ന് എത്തേണ്ടത് അത്യാവശ്യമാണ്, ഇപ്പോൾ സമയവും കഴിഞ്ഞു. ഹദ്റത്ത് സാഹിബ് പറഞ്ഞു, സമയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, നിങ്ങൾ ഇപ്പോൾ പോവുക, നിങ്ങൾ എത്തിപ്പെടുന്നതാണ്. മുഫ്തി സാഹിബ് ബട്ടാലയിലേക്ക് യാത്ര തിരിച്ചു. ഞാനും അദ്ദേഹത്തോടൊപ്പം ബട്ടാലയിലേക്ക് പോയി. സമയം 4 മണിയായി. അക്കാലത്ത് ബട്ടയിൽ നിന്നും 2 മണിക്കാണ് വണ്ടി പോകാറുള്ളത്. എല്ലാവരും നിരാശരായിരുന്നു. എന്നാൽ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് വണ്ടി 2 മണിക്കൂർ വൈകിയാണ് വരിക എന്ന്. കുറച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി വന്നു. ലാഹോറിലേക്ക് യാത്ര പുറപ്പെട്ടു. ഇത് ജൽസയുടെ നാളുകളെക്കുറിച്ചുള്ള സംഭവമല്ല, മറ്റൊരു അവസരത്തിലുള്ള സംഭവമാണ്. ഹദ്റത്ത് മിയാ അബ്ദുൽ അസീസ് സാഹിബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, മിയാ ചിറാഗുദ്ദീൻ സാഹിബ് പറയാറുണ്ടായിരുന്നു, ഒരിക്കൽ ഞായറാഴ്ച ഞാൻ ഹദ്റത്ത് സാഹിബിനോട് സമ്മതം ചോദിച്ചു, ഹുസൂർ, എനിക്ക് ഓഫീസിൽ പോകണം. ഹദ്റത്ത് സാഹിബ് പൊതുവിൽ അനുവാദം നൽകാറാണുള്ളത്. എന്നാൽ ആ ദിവസം അനുവാദം നൽകിയില്ല. തിങ്കളാഴ്ച കാലത്ത് അനുവാദം നൽകി. ഇവിടെ നിന്ന് 11 മണിക്ക് വണ്ടിയിൽ യാത്ര ചെയ്ത് 3 മണിക്ക് ലാഹോറിലെത്തി. ഉടനെ മറ്റൊരു വണ്ടിയിൽ ഇരുന്ന് 3:30 ഓഫീസിലെത്തി. കസറിൽ ഇരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നോക്കുക, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകൾ കേട്ടതുകൊണ്ട് അള്ളാഹു ഏത് രീതിയിലാണ് സഹായിച്ചത്. അത്ഭുതകരമായ ഒരു സംഭവമാണ് നടന്നത്. കസേരയിൽ ഇരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഓഫീസിലെ ക്ലർക്ക് വന്നുകൊണ്ട് ചോദിച്ചു, 12 മണിക്ക് താങ്കൾക്ക് നൽകിയ പേപ്പറുകളെല്ലാം ശരിയാക്കിയോ? അതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇദ്ദേഹം എത്തിയത് തന്നെ 3:30 മണിക്കാണ്. പിന്നീട് ഒരു ഓഫീസർ വന്ന് പറഞ്ഞു, ചിറാഗുദ്ദീൻ, 11 മണിക്ക് താങ്കൾ തന്ന കത്തിനുള്ള മറുപടിയാണിത്. ആ ഓഫീസർക്ക് ആരോ കത്ത് കൊടുത്തിട്ടുണ്ടാകും. അദ്ദേഹം ധരിച്ചത് ചിറാഗുദ്ദീൻ തന്നതാണെന്നാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾ അങ്ങനെ ഉള്ള പ്രവർത്തി ചെയ്തിരിക്കാം. പറയുന്നു, ഓഫീസിലുള്ള ഓരോ വ്യക്തിയും മനസ്സിലാക്കിയിരുന്നത് ഞാൻ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. വൈകുന്നേരം 4 മണിയായപ്പോൾ ഞാൻ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് പുറപ്പെട്ടു. ഇതും അനുസരണത്തിന്റെയും ഒരു ഉദാഹരണമാണ്. അതോടൊപ്പം സഹാബാക്കളെ അള്ളാഹു എങ്ങനെയാണ് സഹായിച്ചിട്ടുള്ളത് എന്നും വ്യക്തമാണ്. ഹദ്റത്ത് പീർ മെഹദി ഹസൻ സാഹിബ് വിവരിക്കുന്നു, ഹുസൂർ എന്നെ വിളിച്ചുകൊണ്ട് കൽപ്പിക്കുകയുണ്ടായി, നമ്മുടെ ലങ്കറിൽ ഇന്ധനമില്ല, നിങ്ങൾ ഗ്രാമത്തിൽ പോയി കൽക്കരി വാങ്ങിക്കൊണ്ടുവന്നാലും ഇന്ന് വൈകുന്നേരം തന്നെ തിരിച്ചെത്തണം. കാരണം നാളേക്ക് ലങ്കറിൽ വിറകൊന്നുമില്ല. എന്നിട്ട് ഇന്ധനം വാങ്ങാൻ 4 രൂപ എനിക്ക് നൽകി. ഞാൻ ആ രൂപയുമായി നേരെ പോയത് മസ്ജിദ് മുബാറക്കിന്റെ മുകളിലേക്കാണ്. മസ്ജിദിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന മിനാരത്തിന്റെ അടുത്ത് ചെന്ന് ദുആ ചെയ്തു, ഇലാഹി, നിന്റെ മസീഹ് ഒരു ജോലി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇന്ധനവുമായി ഇന്ന് വൈകുന്നേരം എനിക്കിവിടെ തിരിച്ചെത്താൻ കഴിയുന്ന ദിശ എനിക്ക് കാണിച്ചു തന്നാലും. എനിക്ക് മിനാരത്തിന്റെ അല്പം മുകളിൽ നിന്നും ഒരു അശരീരി വന്നു.
മരുഭൂമിയാണ് എന്നതാണ് ആ ശബ്ദം. എന്റെ കാലിലുള്ള മുറിവുകൾ കാരണം അള്ളാഹു എന്നെ തടഞ്ഞിരിക്കുകയാണെന്ന് ഞാൻ കരുതി. जाने से रोका है ഞാൻ വീണ്ടും ദുആ ചെയ്തു, അള്ളാഹുവേ, कि हुजूर यानी अल्लाह ताला के हुजूर अर्ज की ഞാൻ മുടന്തി പോകാം, എന്നാൽ നിന്റെ മസീഹിന്റെ കൽപ്പന വൈകുന്നേരമാകുമ്പോഴേക്കും നിറവേറ്റപ്പെടണം. വീണ്ടും ശബ്ദം വന്നു, ഇവിടെ തന്നെ വരുന്നതാണ്, എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഞാൻ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് സുജൂദ് ചെയ്തു. ഇതേപോലെയാണ് മസീഹിന്റെ ജോലിയെല്ലാം പൂർത്തിയാവുക. ലോകം ഇങ്ങനെ വിജയിക്കുന്നതാണ്. ഞാൻ അതേ സ്ഥലത്ത് തന്നെ ഇരുന്നു ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഇലാഹി, വൈകുന്നേരമാകുമ്പോഴേക്കും മസീഹിന് മുമ്പിൽ എനിക്ക് നാണിച്ച് തല താഴ്ത്തേണ്ടി വരരുത്. എന്റെ ഇൽഹാമുകൾ ഉടനെ സത്യമായി പുലരാൻ ഞാൻ മനസ്സിൽ കരുതി. ഞാൻ നബിയോ വലിയോ ഒന്നുമല്ലല്ലോ, ഞാൻ എവിടെയെങ്കിലും പോകേണ്ടത് തന്നെയാണ്. പിന്നെ എനിക്ക് വന്ന ചിന്ത, ആരെങ്കിലും വൈകുന്നേരത്തേക്ക് ഭക്ഷണത്തിൽ അവന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ സംശയിക്കേണ്ട കാര്യമെന്തിരിക്കുന്നു? എനിക്ക് അള്ളാഹുവിന്റെ ക്ഷണത്തിൽ വാഗ്ദാനത്തിലും ദൃഢനിശ്ചയം ഉണ്ടായിരിക്കേണ്ടതാണ്. അവൻ തീർച്ചയായും ഇവിടെ ഇന്ധനം എത്തിക്കുന്നതാണ്. ഇതിൽ ഞാൻ സംതൃപ്തനായിക്കൊണ്ട് മസ്ജിദിന്റെ മുകളിൽ തന്നെ ഇരുന്നു. ദുഹറിന്റെ സമയം അടുത്തെത്തി. താഴെ ഇറങ്ങിയപ്പോൾ ഹദ്രത്ത് സാഹിബ് എനിക്ക് പണം നൽകിയപ്പോൾ അടുത്തുണ്ടായിരുന്ന വേലക്കാരി എന്നെ കണ്ടു. എന്നോട് ചോദിച്ചു, ഇതുവരെ നിങ്ങൾ ഇന്ധനം വാങ്ങാൻ പോയിട്ടില്ലേ? ഞാൻ മനസ്സിൽ കരുതി, ഇക്കാര്യം ഹുസൂറിന്റെ അടുത്തെത്തും, മാത്രമല്ല ഇൽഹാമും ഉണ്ടാകും, അത് പൂർത്തിയാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞു, വ്യസനിക്കേണ്ട കാര്യമില്ല, ഇന്ധനം ഇവിടെ തന്നെ എത്തും എന്ന് അള്ളാഹു എനിക്ക് ഇൽഹാം ഇറക്കിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ചൂടായിക്കൊണ്ട് അവർ പറഞ്ഞു, ഇല്ലാം ഇല്ലാതെ നിങ്ങൾ എവിടെയും പോകില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ ഇക്കാര്യം ഉടനെ ചെന്ന് ഹദ്രത്ത് സാഹിബിനോട് പറയുന്നതാണ്. इस बात को ആ വേലക്കാരി ഇതിനെ മറ്റൊരു രീതിയിലാണ് എടുത്തത്. इन्होंने कहा था कि वहां पहुंच जाएगा, इसने कहा कि ഇദ്ദേഹം പറഞ്ഞിരുന്നത് തീർച്ചയായും ഇവിടെ എത്തും എന്ന് അള്ളാഹു എനിക്ക് എല്ലാം ഇറക്കി എന്നുള്ളതാണ്. അങ്ങനെ അവർ പോയി പറഞ്ഞു. ഞാൻ തടഞ്ഞിട്ടും അവർ വകവെക്കാതെ ഹുസൂറിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നത്, എനിക്ക് ഇൽഹാം ഉണ്ടാകാതെ ഞാൻ എവിടെയും പോകില്ല എന്നാണ്. ഞാൻ ചിന്തിച്ചു, ഹുസൂർ തീർച്ചയായും എന്നെ വിളിപ്പിച്ച് ഈ കാര്യം അന്വേഷിക്കും. അങ്ങനെ എനിക്ക് എന്റെ ഇൽഹാമിനെ കുറിച്ച് പറയേണ്ടതായി വരും. ഒരു ഭിക്ഷക്കാരൻ തന്റെ യജമാനന്റെ മുമ്പാകെ ഞാനും പണക്കാരനാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഹറസ് സാഹിബിന് ഇൽഹാം ഉണ്ടാകാറുണ്ട്, അപ്പോൾ എനിക്ക് ഉണ്ടെന്ന് എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? അതുകൊണ്ട് ഞാൻ ഉടനെ മസ്ജിദിന്റെ സ്റ്റെപ്പുകൾ ഇറങ്ങി ബട്ടാലയിലേക്കുള്ള വഴിയിലേക്ക് ഓടി. എന്നിട്ട് എന്നെ വിളിക്കാനായി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ബട്ടാലയിലേക്ക് പോകുന്ന ഗേറ്റിന്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ ഒരു ഉറച്ച തീരുമാനമെടുത്തു. സിക്വാൻ എന്ന സ്ഥലത്ത് പോയി ഇന്ധനം അന്വേഷിക്കാം. മൗലവി ഇമാമുദ്ദീൻ, ഖൈറുദ്ദീൻ എന്നിവരോട് സഹായം തേടി അവരോടെയും കൂട്ടി ഈ ജോലി ചെയ്യാം. കുറച്ചു ദൂരം ചെന്നപ്പോൾ അള്ളാഹു പറഞ്ഞ് ഞാൻ ചിന്തിച്ചു, അള്ളാഹു പറഞ്ഞ് ഇവിടെ വരുമെന്നാണ്. ഇനി ഞാൻ പുറത്തു പോവുകയാണെങ്കിൽ പണം ഉള്ളത് എന്റെ കൈവശമാണ്, പിന്നെ ഇത് എങ്ങനെ നടക്കും? അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്ന് വീണ്ടും പള്ളിയുടെ മുകളിൽ തന്നെ വന്നിരുന്നു. എന്നിട്ട് ദുആ ചെയ്തുകൊണ്ടിരുന്നു, അള്ളാഹുവെ, നീ നിന്റെ വാഗ്ദാനം പൂർത്തിയാക്കിയാലും. പഹാഡിയ എന്ന് പറയുന്ന പീരദത്ത എന്ന ഒരു വേലക്കാരൻ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായിരുന്നു. എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഇന്ധനത്തിന്റെ ഉന്തുവണ്ടി പഹാഡി കവാടത്തിൽ എത്തിയിട്ടുണ്ട്, പോയി വാങ്ങിക്കൊണ്ടുവരും. ഞാൻ ഉടനെ കൃതജ്ഞത സുജൂദ് ചെയ്തു. ആ വ്യക്തിയുടെ കൂടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു ഉന്തുവണ്ടിയിൽ കൽക്കരിയാണ്, മറ്റേ വണ്ടിയിൽ വിറകും. ആ കൽക്കരി വാങ്ങാൻ 12 ആളുകൾ ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2 അണ കൂട്ടി ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 രൂപ 12 അണ വരെ ലേലം എത്തിയിട്ടുണ്ട്. മിയാൻ നജമുദ്ദീൻ സാഹിബ് 2 അണ കൂടി വർദ്ധിപ്പിച്ച് അത് കരസ്ഥമാക്കാൻ ശ്രമിച്ചു. ഞാൻ വിളിച്ചു പറഞ്ഞു, എത്ര ഇന്ധനമുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉന്തുവണ്ടിയുടെ അടുത്ത് ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 1 രൂപ 12 അണയിൽ കൂടുതൽ ഒരു പൈസക്ക് പോലും ഇന്ധനമില്ല. ഇഷ്ടമുള്ളവർ വാക്ക് വാങ്ങാം. അതും പറഞ്ഞ് ഞാൻ തിരിഞ്ഞു വന്നും മനസ്സിൽ മന്ത്രിച്ചുകൊണ്ടിരുന്നു, നാഥ, നിന്റെ ഫضലില്ലാതെ ഇതെനിക്ക് ലഭിക്കില്ല. ഞാൻ തിരിച്ചു വന്നപ്പോൾ കൂടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തിരിച്ചുപോയി. പീരദത്ത അവിടെ തന്നെ നിന്നു. ഉന്തുവണ്ടിക്കാരൻ ആളുകൾ ഒഴിഞ്ഞുകത് കണ്ടപ്പോൾ പീരദത്ത അയാളോട് പറഞ്ഞു, എന്റെ കൂടെ ഇത് കൊണ്ടുവരിക, ഞാൻ നിങ്ങൾക്കൊരു രൂപ 12 അണ വാങ്ങിത്തരാം. ഉന്തുവണ്ടിക്കാരൻ അയാളുടെ കൂടെ നടന്നു. ഞാനപ്പോൾ മസ്ജിദ് മുബാറക്കിൽ ദുആ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ കേൾക്കുന്നത് ഉന്തുവണ്ടി വന്നിട്ടുണ്ടെന്നും ഇതിനെ ഏറ്റെടുക്കുക എന്നുമുള്ള പീരയുടെ ശബ്ദമാണ്. ഉന്തുവണ്ടിയുമായും അതിമന്ദിരത്തിൽ ഞാൻ എത്തി.
പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് ഉസൂറിനെ അറിയിക്കാമെന്ന് കരുതി. അപ്പോൾ എന്റെ മനസ്സിൽ വന്നത്, ഇതെന്തിനാണ് ഞാൻ പോയി പറയുന്നത്? അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് അറിയിക്കുന്നതായിരിക്കും, ഞാൻ അറിയിക്കേണ്ട ആവശ്യമില്ല. സുബൈക്ക് നടക്കാനായി ഹദ്റത്ത് സാഹിബ് ഇറങ്ങി കുളത്തിന്റെ അടുത്തെത്തി മീർ സാഹിബ് ഉണ്ടാക്കിയ റോഡ് വീക്ഷിച്ച് തിരിച്ചു വന്നപ്പോൾ തമാശ രൂപത്തിൽ ഹുസൂർ പറഞ്ഞു, ഇവിടെ ഒരു മഹദി ഹസൻ വന്നിട്ടുണ്ട്, ഇന്ധനം കൊണ്ടുവരാൻ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹം പറയുന്നത്, എനിക്ക് ഇൽഹാമുണ്ടായാൽ മാത്രമേ ഞാൻ ഈ ജോലി ചെയ്യുകയുള്ളൂ എന്നാണ്. ആ സ്ത്രീ കൽപ്പിച്ചതുപോലെ പറഞ്ഞു. ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു. ഏതായിരുന്നാലും അള്ളാഹു അവരോട് പെരുമാറിയത് ഏത് രീതിയിലാണെന്ന് നോക്കുക. അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ അസ്തിത്വം തെളിയിക്കേണ്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ ദുആക്ക് ഉത്തരം നൽകി എല്ലാ കാരണങ്ങളും ഭംഗിയായി നടക്കുകയും ചെയ്തു. ഹദ്റത്ത് മൗലാന ഗുലാം റസൂൽ സാഹിബ് രാജകീയ വിവരിക്കുന്നു, ഒരിക്കൽ ഞാൻ ദാറുൽ അമാനിൽ ആയിരുന്നു. ഈ സംഭവം 1905 നടന്നതാണെന്ന് തോന്നുന്നു. മിയാ അബ്ദുൽ ഹമീദ് ഖാൻ സാഹിബ്, ഖബൂർ തലബി ഖാൻ സാഹിബ്, മിയാൻ ഖാൻ സാഹിബിന്റെ മൂത്ത മകൻ മിയാ മുഹമ്മദ് ഖാൻ സാഹിബിനെ കുറിച്ച് ഇസാലെ ഔഹാമിൽ പ്രത്യേകമായ വാക്കുകളിൽ അദ്ദേഹത്തെ കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. ഖാൻ സാഹിബ് അബ്ദുൽ മജീദ് ഖാൻ സാഹിബ് എന്നോട് പറഞ്ഞു, താങ്കൾ കപൂർ തലയിലേക്ക് പോവുക, അവിടെ ഞങ്ങൾ ദർസും അതേപോലെ തന്നെ തബ്ലീഗും ചെയ്തുകൊണ്ട് കുറച്ചു ദിവസം താമസിക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ ദാറുൽ അമാനിൽ തന്നെ താമസിക്കുന്നതാണ്, ഇവിടെ നിന്ന് പോകേണ്ടതായി വന്നാൽ എന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ താങ്കളെക്കുറിച്ച് ഒരു അപേക്ഷ എഴുതി ഹദ്റത്ത് സാഹിബിന് കൊടുത്ത് ഹുസൂർ പോകാൻ പറഞ്ഞാൽ താങ്കൾ പോകുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? എനിക്ക് എന്തായാലും പോകേണ്ടതായി വരും. അങ്ങനെ അദ്ദേഹം ഒരു കത്ത് അപേക്ഷാ രൂപത്തിൽ എഴുതി ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൊടുത്തു. മൗലവി ഗുലാം റസൂൽ സാഹിബ് രാജകിയോട് എന്നോടൊപ്പം കബൂർ തലയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞാലും അവിടെ ദർസ് നൽകുകയും തബ്ലീഗ് ചെയ്തുകൊണ്ടും കുറച്ചു ദിവസം താമസിക്കാൻ പറഞ്ഞാലും ഈ അപേക്ഷക്ക് മറുപടിയായി ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാൽ ഒരാളെ പറഞ്ഞുവിട്ടു, അദ്ദേഹത്തിന് ഇതിന് പോകാവുന്നതാണ്, ഞാൻ അനുവാദം നൽകുന്നു. അതിനുശേഷം ഞാൻ കബൂർ തലയിലേക്ക് പോയി 6 മാസം വരെ അവിടെ ദർസും തബ്ലീഗും ചെയ്തുകൊണ്ടിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശത്താലും അനുവാദത്താലും ആദ്യമായിട്ടാണ് എനിക്ക് ഇസ്ലാമിന് വേണ്ടിയുള്ള ഒരു യാത്രക്കുള്ള അവസരം ലഭിച്ചത്. ഹദ്റത്ത് മിയാ ഖൈറുദ്ദീൻ സാഹിബ് വിവരിക്കുന്നു, കറംദീന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഗുരുദാസ്പൂരിലായിരുന്നു. മഗ്രിബ് സമയമായിരുന്നു. ഹുസൂർ പറഞ്ഞു, ഫിറോസുദ്ദീൻ സാഹിബ് ഡസ്കരി വന്നിട്ടില്ല, അദ്ദേഹം അഹമ്മദി ആയിരുന്നില്ല, അദ്ദേഹത്തിന് സാക്ഷി പറയേണ്ടതായുണ്ടായിരുന്നു, അദ്ദേഹം നല്ല ആത്മാർത്ഥതയുള്ള ആളായിരുന്നു. തുടർന്ന് ഹുസൂർ മൗലവി സാഹിബിനോട് പറഞ്ഞു, മൗലവി നൂർ അഹമ്മദ് ലോധി നങ്കൽവാലെ അറിയുന്ന ഒരാളെ വിളിപ്പിക്കുക. ഞാൻ ഹാജരായി. എന്നിട്ട് പറഞ്ഞു, ഹുസൂർ എനിക്ക് അയാളെ അറിയാം. പറഞ്ഞു, ഇപ്പോൾ തന്നെ പോയി നാളെ 9 മണിക്ക് മുമ്പേ അദ്ദേഹത്തെയും കൊണ്ട് ഇവിടെ വരിക. ഞാൻ രാത്രി തന്നെ അവിടെ എത്തി കുറച്ചു സമയം വെള്ളത്തിനായി നിർമ്മിച്ചിരിക്കുന്ന കനാലിന്റെ അടുത്ത് അല്പം വിശ്രമിച്ചു. കാലത്ത് അവിടെ എത്തി മൗലവി സാഹിബ് നമസ്കാരത്തിന് ശേഷം കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു. എന്നെ കണ്ട് ദൂരെ നിന്ന് തന്നെ വർത്തമാനങ്ങൾ ആരാഞ്ഞു. എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഗുരുദാസ്പൂരിൽ നിന്നാണ് വരുന്നത്, ഹുസൂർ വിളിപ്പിച്ചിട്ടുണ്ട്. മൗലവി സാഹിബ് ഉടനെ പുസ്തകം അടച്ചു വെച്ചു. എന്നിട്ട് ഈ ആയത്ത് പാരായണം ചെയ്തു. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യിക്കും. വിശ്വാസികളെ, അള്ളാഹുവും അവന്റെ റസൂലും നിങ്ങളെ ജീവിപ്പിക്കാനായി വിളിക്കുമ്പോൾ അവരുടെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകുക. വീട്ടിൽ പോലും പോകാതെ എന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടു. 9 മണിയോടുകൂടി അവർ അവിടെ എത്തി. ഹദ്റത്ത് ഖലീഫ നൂറുദ്ദീൻ സാഹിബ് ജമ്മു പറയുന്നു, പട്ടണത്തിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ജോലി ദിവസങ്ങളിൽ എവിടെയെല്ലാം ചെന്നാലും ഹുസൂറിനെ കുറിച്ച് അവിടുത്തുകാരോട് ഞാൻ അന്വേഷിക്കുമായിരുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ മൗലാന നൂറുദ്ദീൻ സാഹിബിനോട്, ഖലീഫ അവലിനോട് ഞാൻ പറയുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഖാനിയാർ മുഹല്ലയിലൂടെ നടന്നു പോവുകയായിരുന്നു. ഒരു ഖബറിൽ വൃദ്ധയായ ഒരു സ്ത്രീ ഇരിക്കുന്നതായി കണ്ടു. ഞാൻ ചോദിച്ചു, ഇത് ആരുടെ ഖബറാണ്? അവർ പറഞ്ഞു, ഇത് നബി സാഹിബിന്റേതാണ്. ഈ ഖബർ യൂസഫ് ഷഹസാദ നബി സാഹിബിന്റെ ഖബർ എന്ന പേരിൽ പ്രസിദ്ധമാണ്. ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണ് ഒരു നബി വരിക? അവർ പറഞ്ഞു, ഈ നബി വളരെ ദൂരെ നിന്നാണ് വന്നത്, എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് ഇവിടെ വന്നതാണ്.
തുടർന്ന് പറഞ്ഞു, യഥാർത്ഥ ഖബർ താഴെയാണ്. ഇതിലൊരു ദ്വാരമുണ്ടായിരുന്നു, അതിൽ നിന്നും സുഗന്ധം വരാറുണ്ടായിരുന്നു. എന്നാൽ വെള്ളപ്പൊക്കം വന്നത് കാരണം ആ സുഗന്ധം വരുന്നത് നിന്നുപോയി. ഈ കാര്യവും ഞാൻ മൗലവി സാഹിബിനോട് പറഞ്ഞു, ഖലീഫത്തുൽ മസീഹ് അവലിനോട്. ഈ സംഭവം നടന്ന് ഒരു ദീർഘകാലം കഴിഞ്ഞു. മൗലവി സാഹിബ് തന്റെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഖാദിയാനിലേക്ക് വന്നു. ഒരു ദിവസം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സദസ്സിൽ അവിടെ മൗലവി സാഹിബ് ഉണ്ടായിരുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് വാവൈനഹുമ ഇലാ റബുവത്തിൻ സാത്തി ഖറാരി വ മുഈൻ എന്ന ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് കുരിശ് സംഭവത്തിന് ശേഷം ഹസ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം കാശ്മീർ പോലുള്ള ഏതോ സ്ഥലത്ത് വന്നിരിക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഖലീഫ അവൽ റളിയല്ലാഹു അൻഹു ഖാനിയാറിലെ ഖബറിനെ കുറിച്ച് എന്റെ റിവായത്ത് കേൾപ്പിച്ചു. ഹുസൂർ എന്നെ വിളിപ്പിച്ചു. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷിക്കാൻ പറഞ്ഞു. ഞാൻ കൂടുതൽ അന്വേഷണം നടത്തുകയും കാശ്മീരിൽ മുഴുവൻ ചുറ്റിക്കറങ്ങി 560 പണ്ഡിതന്മാരിൽ നിന്നും ഒപ്പുവാങ്ങി ഈ ഖബറിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ഹുസൂർ നൽകി. ഹുസൂർ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. ഹദ്റത്ത് സയ്യിദ് താജ് ഹുസൈൻ സാഹിബ് വിവരിക്കുന്നു, ഹദ്റത്ത് അഖ്ദസ് സിയാൽകോട്ടിൽ മീർ അഹമ്മദ് സാഹിബിന്റെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഞാൻ ഹുസൂറിന്റെ അടുത്ത് എന്റെ ഉപ്പ ഹദ്റത്ത് സയ്യിദ് അമീർ അലി സാഹിബിനോടൊപ്പം ഹാജരായി. ഇപ്പോൾ ഹുസൂർ എന്നെ തന്റെ ബയ്യത്തിൽ ഉൾപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഖാദിയാനിൽ വന്ന് പഠിക്കുക, നീ വിദേശത്തെ കിരീടമായി മാറുന്നതാണ്. 1906 ഞാൻ ഖാദിയാനിൽ താലീമുൽ ഇസ്ലാം സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങി. പലപ്പോഴും ഹുസൂറിന്റെ സമക്ഷം ഹാജരാകുമായിരുന്നു. പലപോലും നടക്കാൻ കൂടെ പോയിട്ടുണ്ട്. അതിൽ മിയാൻ സോനെ ഖാൻ സാഹിബ് വിവരിക്കുന്നു, ഈ എളീവൻ 1899 പട്ടിയാല ജില്ലയിൽ റവന്യൂ വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചു. അളന്ന് തിട്ടപ്പെടുത്തുന്ന ജോലിയായിരുന്നു എനിക്ക്. ഷേഖ് ഹാഷിം അലി സന്നോരി ഗർദാവർ ആയിരുന്നു നിയമജ്ഞൻ. ഞങ്ങളെ പരിശോധിക്കുവാനായി വന്നു. ജോലി കണ്ട് വളരെ സന്തോഷവാനായി. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ അടുത്തു നിന്ന് ഖാദിയാൻ എത്ര അകലെയാണ്? ഞാൻ പറഞ്ഞു, 30 മൈൽ ദൂരെയുണ്ട്. ഷെയ്ഖ് സാഹിബ് പറഞ്ഞു, ഞാൻ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സേവകനാണ്. അദ്ദേഹം പറഞ്ഞു, ഈ സമയത്ത് അദ്ദേഹം അഹമ്മദിയായിരുന്നില്ല. ഒരു മിർസ സാഹിബുണ്ട്, തോട്ടികളുടെ ഗുരുവാണ് അദ്ദേഹം. ഒരാളാണെങ്കിൽ ഈസയായിട്ടുണ്ട്, നഊസുബില്ല. അങ്ങനെ പണം വാരിക്കൂട്ടുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഹട്ട് എന്ന സ്ഥലത്ത് ഒരു വലിയുള്ളായുടെ ഖബർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഫത്ത് അലി ഷാ എന്നായിരുന്നു. സ്വപ്നത്തിൽ അദ്ദേഹത്തിന്റെ ഖബറിൽ ജനാബ് മസീമോദ് വന്നു. ഞാൻ മസീമോദിന് വേണ്ടി വിരിപ്പ് വിരിച്ചു. ഹദ്റത്ത് സാഹിബ് അതിൽ ഇരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ സവിധത്തിൽ ഹാജരായി. തന്റെ സ്വപ്നത്തെക്കുറിച്ചാണ് അദ്ദേഹം വിവരിക്കുന്നത്. സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. 1 മാസം തുടർച്ചയായി ഈ അവസ്ഥ തന്നെയായിരുന്നു. ഇതിനുശേഷം ഷാ ഫത്ത് അലി സാഹിബ് എനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഖാദിയാനിൽ കാലത്തിന്റെ ഇമാം ജനിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, മിർസ ഗുലാം മുഹമ്മദ് ആണോ? അപ്പോൾ ആ ഭക്തൻ പറഞ്ഞു, മിർസ ഗുലാം മുഹമ്മദ് സാഹിബ്. ഞാൻ ഇങ്ങനെയുള്ള സ്വപ്നം സ്വന്തം ചിന്തയായിരിക്കുമെന്ന് കരുതി മിണ്ടാതിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സ്വപ്നത്തിൽ വന്ന് ആ വ്യക്തി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, നീ ഇതുവരെ ഖാദിയാനിൽ പോയിട്ടില്ലേ? എന്തുകൊണ്ട് ബയ്യത്ത് ചെയ്തിട്ടില്ല? വേഗം പോയി ബയ്യത്ത് ചെയ്യുക. ഞാൻ ഉറച്ച തീരുമാനമെടുക്കുകയും അവധിയെടുത്ത് വീട്ടിലേക്ക് വരികയും ചെയ്തു. കുടുംബപരമായ ചില പ്രശ്നങ്ങൾ കാരണം എനിക്ക് അല്പം താമസം നേരിട്ടു. അതേ വലിയുള്ള വീണ്ടും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ നിന്നോട് വീട്ടിലിരിക്കാനല്ല പറഞ്ഞത്, ഉടനെ ഖാദിയാനിൽ പോയി ബയ്യത്ത് ചെയ്യുക. ആ ദിവസം ഈ എളിയവൻ വീട്ടിൽ നിന്നും യാത്ര പുറപ്പെട്ട് രാസ്കോ എന്ന വഴിയിലൂടെ നടന്നു. എന്റെ ബന്ധുക്കളുള്ള സ്ഥലത്ത് രാത്രി തങ്ങി. അവർ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. ഞാൻ അവരുടെ അഭിപ്രായം അംഗീകരിച്ചു. രാത്രിയിൽ സ്വപ്നത്തിൽ ഷാ ഫത്ത് അലി സാഹിബ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞു, 15 മൈൽ യാത്ര ചെയ്ത് കഴിഞ്ഞു, 17 മൈൽ ഇനി ബാക്കിയുണ്ട്. നാം നിങ്ങളുടെ കൂടെയുണ്ട്, എന്തിനാണ് ഭയപ്പെടുന്നത്? തുടർന്ന് രാവിലെ തന്നെ യാത്ര തുടർന്നു. ഖാദിയാനിലെത്തി. ജനാബ് മസീമ് അലൈഹി സ്വലാത്തു വസ്സലാം കുറെ ആളുകളോടൊപ്പം വടക്കോട്ട് നടക്കാൻ പോയതായിരുന്നു. ജനങ്ങളോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് കാട്ടിൽ ജനങ്ങൾ ഇത്രയും തടിച്ചുകൂടിയിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, മിർസ സാഹിബ് നടക്കാനിറങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ പോകാം. ഞാൻ അവരുടെ കൂടെ കൂടി. അങ്ങനെ ഹദ്റത്ത് സാഹിബിന്റെ അടുത്ത് ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. കൈ കൊടുത്തു. മിർസ സാഹിബ് എന്നോട് ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത്? ഹോഷിയാർപൂർ ജില്ലയിലെ മൊട്ടിയാന എന്ന സ്ഥലത്ത് നിന്നും. ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? ഞാൻ പറഞ്ഞു, സോനെഖാൻ. സ്വപ്നക്കാരനായ സോനെഖാൻ ആണോ താങ്കൾ? ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനും അള്ളാഹു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊടുത്തു എന്ന് തോന്നും.
ഞാൻ പറഞ്ഞു, അതെ, താങ്കളുടെ അതേ സേവകൻ. പറഞ്ഞു, 3 ദിവസം വരെ ഇവിടെ താമസിക്കുക, 3 ദിവസത്തിന് ശേഷം ബയ്യത്ത് വാങ്ങുന്നതാണ്. 3 ദിവസത്തിന് ശേഷം ബയ്യത്ത് വാങ്ങി. പറഞ്ഞു, മസീഹ് നാസിരിയുടെ ബയ്യത്ത് ആദ്യം ചെയ്തിരുന്നത് പാവപ്പെട്ടവരായിരുന്നു. ആദ്യം ഇദ്ദേഹം പറഞ്ഞിരുന്നല്ലോ, മിർസ സാഹിബിനെ പാവങ്ങളാണ് ബയ്യത്ത് ചെയ്തിരുന്നത് എന്ന്. ഈ വാർത്ത ഒരു പക്ഷേ മസീമോദിന്റെ അടുത്ത് എത്തിയിരിക്കാം. ആദ്യം മസീഹിനെ ബയ്യത്ത് ചെയ്തവർ പാവങ്ങളായിരുന്നു. എന്റെ ബയ്യത്തിൽ ആദ്യം വന്നതും പാവങ്ങൾ തന്നെയാണ്. അതിനുശേഷം പറഞ്ഞു, എന്നെ സത്യവാനായി മനസ്സിലാക്കുക. അതായത് ഉപദേശം നൽകുകയുണ്ടായി. എന്റെ സത്യത്തിൽ അടിയുറച്ചു വിശ്വസിക്കുക. മറ്റൊരു ഉപദേശം നൽകിയത് 5 നേരം നമസ്കാരം അനുഷ്ഠിക്കുക. 3-ാമത്തെ കാര്യം പറഞ്ഞത് ഒരിക്കലും കളവ് പറയരുത്. ഇത് പറഞ്ഞ് എനിക്ക് പോകാൻ അനുവാദം നൽകി. ഈ 3 ഉപദേശങ്ങളും ഓരോ അഹമ്മദിയും എപ്പോഴും മുമ്പിൽ വെക്കേണ്ടതാണ്. മുഹമ്മദ് ബഖ് സാഹിബിന്റെ മകൻ ഹസ്രത്ത് ഫസൽ ഇലാഹി സാഹിബ് വിവരിക്കുന്നു, ഒരിക്കൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമും ഹസ്രത്ത് അമ്മാജാനും നടന്നുകൊണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു. തിരിച്ചു പോകാൻ നോക്കിയപ്പോൾ വെള്ളം കുടിപ്പിക്കാൻ പറഞ്ഞു. ഹസ്രത്ത് അമ്മാജാന് ദാഹമുണ്ടായിരുന്നു. അവരുടെ അനുസരണവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കേൾക്കുക. എന്റെ ഉമ്മ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് തന്നുകൊണ്ട് പറഞ്ഞു, കൊണ്ടുപോയി കൊടുത്താലും. ഞാൻ ഉടനെ വെള്ളവുമായി അവരുടെ അടുത്തെത്തി. അമ്മാജാനും ഹസ്രത്ത് സാഹിബും വഴിയിൽ നിൽക്കുകയായിരുന്നു. അമ്മാജാന് ഞാൻ വെള്ളം നൽകി. അവർ അത് എടുത്ത് കുടിക്കാൻ തുടങ്ങി. ഹസ്രത്ത് സാഹിബ് ഇത്രമാത്രം പറഞ്ഞു, വെള്ളം ഇരുന്നാണ് കുടിക്കേണ്ടത്. അമ്മാജൻ ഒരു കവിൾ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് കേട്ടപ്പോൾ ഉടനെ ഇരിക്കുകയുണ്ടായി. എന്നിട്ട് ഇരുന്നു കൊണ്ടാണ് ബാക്കി വെള്ളം കുടിച്ചത്. ഹസ്രത്ത് നിസാമുദ്ദീൻ സാഹിബ് വിവരിക്കുന്നു, ആദ്യം ഗോൾമുറിയിലാണ് എല്ലാ അതിഥികളും ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നത്. ഹസ്രത്ത് അഖ്ദസിനെ അതിഥികൾ വന്ന വിവരം അറിയിക്കും. ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് എന്ന സന്ദേശമയക്കും. ഒരിക്കൽ ഹസ്രത്ത് അഖ്ദസ് നേരത്തെ തന്നെ എത്തുകയുണ്ടായി. ഖലീഫ അവൽ ഹസ്രത്ത് നൂറുദ്ദീൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു അവിടെ എത്തിയിരുന്നില്ല. മൗലവി സാഹിബിനെ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഈ വിനീതനെ ഉസൂർ പറഞ്ഞയച്ചു. ഞാൻ ഓടിക്കൊണ്ട് ഓഫീസിൽ പോയി ഉസൂറിന്റെ കൽപ്പന കേൾപ്പിച്ചു. ഹസ്രത്ത് അവൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇപ്പോൾ ഹസ്രത്ത് സാഹിബ് വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, അതെ, താങ്കളെ അന്വേഷിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഹസ്രത്ത് സാഹിബ് അവൽ ഓഫീസിൽ നിന്ന് ഒരൊറ്റ ഓട്ടം ഗോൾ റൂം വരെ ഓടി ഓടി വന്നു. സദസ്സിൽ ഇരിക്കുമ്പോൾ പൊതുവിൽ മൗലവി സാഹിബ് തല താഴ്ത്തിയാണ് ഇരിക്കാറുള്ളത്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചില്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുറെ നേരം ഇരിക്കുമായിരുന്നു. ഹസ്രത്ത് ഹാഫിദ് ജമാൽ അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു, ഗുലാം മുഹമ്മദ് സാഹിബ് മർഹൂം എന്നോട് വിവരിക്കുകയുണ്ടായി. ഒരിക്കൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് നിന്ന് രാത്രി 11-12 മണിക്ക് ഖലീഫ അവലിന്റെ വീട്ടിൽ പാൽ ചോദിച്ചുകൊണ്ട് ഒരാൾ വന്നു. മൗലവി സാഹിബ് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ പാലില്ല, എവിടെ നിന്നെങ്കിലും പാൽ സംഘടിപ്പിക്കണം. അതിന് എത്ര തന്നെ ചെലവായാലും ശരി. ഹസ്രത്ത് സാഹിബിന്റെ വ്യക്തി വെറും കൈയോടെ മടങ്ങുന്നത് എനിക്കിഷ്ടമില്ല. ഒരു പക്ഷെ അപ്പോൾ അവിടെ അതിഥികൾ വന്നിരിക്കാം, അതുകൊണ്ടായിരിക്കും പാല് ആവശ്യപ്പെട്ടിരിക്കുക. ഞാൻ ഓടി അതിഥി മന്ദിരത്തിന്റെ അടുത്തുള്ള ഒരു വീട്ടിന്റെ കതക് മുട്ടി അവരെ ഉണർത്തി. അദ്ദേഹം എരുമയെ കറക്കാൻ ശ്രമിച്ചു. അങ്ങനെ പാൽ ലഭിച്ചു. പൊതുവിൽ വൈകുന്നേരം പാൽ കറക്കാറാണുള്ളത്. ഏതായിരുന്നാലും രാത്രി കറന്നപ്പോഴും പാൽ ലഭിക്കുകയുണ്ടായി. ഇത് കണ്ട് മൗലവി സാഹിബ് വളരെയധികം സന്തോഷിച്ചു. ഹസ്രത്ത് ഹാഫിസ് ജമാൽ അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു, മൗലവി ഗുലാം മുഹമ്മദ് സാഹിബ് മർഹൂം വിവരിക്കുകയുണ്ടായി. ബട്ടാലയിൽ ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുവാദത്തോടെ ഹസ്രത്ത് ഖലീഫ അവ്വൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു രോഗിയെ കാണിക്കാനായി ബട്ടാലയിലേക്ക് കൊണ്ടുപോയി. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മൗലവി സാഹിബ് താങ്കൾ വൈകുന്നേരത്തോടെ തിരിച്ചു വരുമല്ലോ? മൗലവി സാഹിബ് പറഞ്ഞു, ഹുസൂർ വരുന്നതാണ്. എന്നാൽ ബട്ടാലയിലെത്തിയപ്പോൾ ശക്തമായ മഴ പെയ്തു. നാനാഭാഗത്തും വെള്ളം നിറഞ്ഞു. ഇതേ അവസ്ഥയിൽ മൗലവി സാഹിബ് വൈകുന്നേരം കാദിയാനിൽ തിരിച്ചെത്തി. മുട്ടുവരെ വെള്ളത്തിൽ നടന്നുകൊണ്ടാണ് വന്നത്. കാലിൽ മുള്ളു തറച്ചു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇതറിയാൻ കഴിഞ്ഞപ്പോൾ വളരെ വിഷമിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, എന്റെ ഉദ്ദേശം ഇതായിരുന്നില്ലല്ലോ, എന്തിനാണ് ഇത്രമാത്രം ബുദ്ധിമുട്ടിയത്? മുഗൾ സാഹിബ് എന്ന് അറിയപ്പെടുന്ന ഹസ്രത്ത് മിയ അബ്ദുൽ അസീസ് സാഹിബ് വിവരിക്കുന്നു, ഒരിക്കൽ മൗലവി നൂറുദ്ദീൻ സാഹിബ് തന്റെ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു.
12-1 മണി സമയമായിരിക്കും. ഉഷ്ണക്കാലമായിരുന്നു. അതിർത്ത് ഉമ്മുൽ മോമിനീൻ അകത്തുനിന്ന് ഒരു സേവകനെ അയച്ചു. അയാൾ വന്നുകൊണ്ട് പറഞ്ഞു, മൗലവി സാഹിബ്, അമ്മാജാൻ പറയുന്നുണ്ട് എന്റെ കെട്ടയക്കാൻ. അദ്ദേഹം പറഞ്ഞു, അമ്മാജാനോട് പറയുക, ഈ രോഗാവസ്ഥയിൽ ഇപ്പോൾ കെട്ടയക്കുക എന്നത് വൈദ്യശാസ്ത്രപ്രകാരം ഒരിക്കലും ശരിയല്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും അകത്തു നിന്ന് വന്നു ഇത് തന്നെ പറഞ്ഞു. മൗലവി സാഹിബ് അതേ മറുപടി വീണ്ടും പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ മിയാ മഹ്മൂദ് അഹമ്മദ് സാഹിബ് പുറത്തേക്ക് വന്നു. അദ്ദേഹത്തെ മൗലവി സാഹിബ് എടുത്തു. എന്നിട്ട് ചോദിച്ചു, മിയാ സാഹിബ് എന്തിനാണ് വന്നത്? പറഞ്ഞു, ഉപ്പ പറയുന്നുണ്ട് വന്ന് കെട്ടയക്കാൻ. മൗലവി സാഹിബ് അപ്പോൾ തന്നെ പുറപ്പെട്ടു. എന്നിട്ട് കെട്ടയച്ചു. പോകാറായപ്പോൾ ഗുലാം മുഹമ്മദ് സാഹിബ് എന്ന വ്യക്തി പറഞ്ഞു, താങ്കളല്ലേ പറഞ്ഞിരുന്നത് കെട്ടയക്കാൻ പാടില്ല എന്ന്? ഇത് കേട്ടപ്പോൾ മൗലവി സാഹിബ് പറഞ്ഞു, ഇവിടെ വൈദ്യശാസ്ത്രമല്ല, കൽപ്പനയാണ്. മിയർ ഷറാഫത്ത് അഹമ്മദ് സാഹിബ് തന്റെ പിതാവ് ഹദ്റത്ത് മൗലവി ജലാലുദ്ദീൻ സാഹിബിന്റെ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് പറയുന്നു, ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉപ്പാക്ക് വലിയ ആദരവായിരുന്നു. ഹുസൂറും അദ്ദേഹത്തോട് വലിയ കാരുണ്യത്തോടെയാണ് പെരുമാറിയിരുന്നത്. ഹദ്റത്ത് മൗലവി സാഹിബിന്റെ മാതാവ് അവാൻ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. ഖലീഫ അവലിന്റെ ഉമ്മ മൗലവി ജലാലുദ്ദീൻ സാഹിബും അവാൻ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ട് മൗലവി സാഹിബ് ഇദ്ദേഹത്തോട് വലിയ സ്നേഹത്തിലാണ് വർത്തിച്ചിരുന്നത്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് കൽപ്പിച്ചിരുന്നത് ഇതായിരുന്നു, ഖാദിയാനിൽ വന്നാൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സദസ്സിൽ ഇരിക്കുക, അതിനുശേഷം എന്റെ അടുത്ത് ഇരിക്കുക, അല്ലാതെ വേറെ എവിടെയും പോകരുത്. ഇവിടെയല്ലാതെ മറ്റെവിടെയും പോകാൻ താങ്കൾക്ക് അനുവാദമില്ല. ഉപ്പ പറയാറുണ്ടായിരുന്നു, അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തിരുന്നതും. ഒരിക്കൽ റമദാനും ഞാൻ ഖാദിയാനിൽ തന്നെ കഴിച്ചുകൂട്ടി എന്ന് ഉപ്പ പറയുകയുണ്ടായി. ചൌധരി നസറുല്ല ഖാൻ സാഹിബിന്റെ മകൻ മുഹമ്മദ് സഫറുല്ല സാഹിബ് വിവരിക്കുന്നു, ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹു അധ്യാപനത്തിന് പുറമെ ഹക്കീം ഖുതുബുദ്ദീൻ സാഹിബിന്റെ ഇപ്പോഴത്തെ ഓഫീസിൽ മസ്നബി റോമയുടെ ദർസ് നൽകാറുണ്ടായിരുന്നു. എനിക്ക് എന്റെ പിതാവിനോടൊപ്പം അദ്ദേഹത്തിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ആ നാളുകളിൽ ലഭിച്ചിരുന്നു. ഈ ദർസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പുറത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ഖലീഫ അവ്വൽ റളിയല്ലാഹു അൻഹു ദർസ് നിർത്തിവെക്കുകയും എഴുന്നേറ്റ് നടന്നുകൊണ്ട് തലപ്പാവ് കെട്ടുകയും ഷൂ ധരിക്കാൻ പാടുപെടുകയും ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഷൂ ഇவ்விധത്തിൽ ധരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഷൂവിന്റെ പിൻഭാഗം പലപ്പോഴും പതിഞ്ഞിരിക്കാറുണ്ട്. അദ്ദേഹം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സദസ്സിൽ ഹാജരായാൽ ഹുസൂർ അദ്ദേഹത്തെ വിളിക്കാത്തതുവരെ ഒരിക്കലും അദ്ദേഹം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തിരുമുഖത്തേക്ക് നോക്കാറുണ്ടായിരുന്നില്ല. ഹദ്റത്ത് സൂഫി ഗുലാം മുഹമ്മദ് സാഹിബ് വിവരിക്കുന്നു, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം എല്ലാവരും മൗലവി നൂറുദ്ദീൻ സാഹിബിനെ ബയ്യത്ത് ചെയ്തു. മൗലവി സാഹിബ് പറഞ്ഞു, ഇന്നലെ വരെ ഞാൻ നിങ്ങളുടെ സഹോദരനായിരുന്നു, ഇന്ന് ഞാൻ നിങ്ങളുടെ പിതാവായിരിക്കുന്നു. നിങ്ങൾക്ക് എന്നെ അനുസരിക്കേണ്ടതായി വരും. ഹുസൂറിന്റെ കുട്ടികളിൽ അമത്തുൽ ഹഫീസ് സാഹിബ ഏറ്റവും ചെറുതായിരുന്നു. അവരെ കുറിച്ച് പറയുന്നു, അമത്തുൽ ഹഫീസിനെയാണ് ബയ്യത്ത് ചെയ്തിരുന്നതെങ്കിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസരിക്കുന്നത് പോലെ ഞാൻ അവരെയും അനുസരിക്കുമായിരുന്നു. അള്ളാഹു ഈ എല്ലാ സഹാബാക്കളുടെയും പദവികൾ ഉയർത്തി കൊടുക്കട്ടെ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ആഖിറത്തിലും നിൽക്കണം എന്ന അവരുടെ ആഗ്രഹങ്ങളെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഇവരുടെ മക്കൾക്കും കൂറിലും അനുസരണത്തിലും നിലനിർത്തുമാറാകട്ടെ. ഈ കാലത്തെ ഇമാമിനോടൊപ്പം പരിപൂർണ അനുസരണം പുലർത്തിക്കൊണ്ട് ബന്ധം നിലനിർത്താൻ നമുക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ മഹാത്മാവ് തന്റെ മുഖ്ലിസീങ്ങൾക്കായി ചെയ്ത ദുആയുടെ അവകാശികളായി നാമും മാറട്ടെ. ആ മഹാത്മാവിന് ശേഷം അദ്ദേഹം മുഖേന ഇവിടെ വെളിപ്പെട്ട രണ്ടാം ശക്തി പ്രഭാവത്തോട് കൂറും സ്നേഹവും അനുസരണവും പുലർത്താനും അതിന്റെ ഉന്നത നിലവാരം കാഴ്ചവെക്കാനും നമുക്ക് സാധിക്കുമാറാകട്ടെ. ഖലീഫത്തുൽ മസീഹ് അവൽ പറഞ്ഞതുപോലെ പൂർണ്ണമായും അനുസരിക്കാൻ നമുക്ക് കഴിയട്ടെ. ഖിലാഫത്തുമായി ഒട്ടിപ്പിടിച്ചു നിന്നുകൊണ്ട് ഇക്കാലത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനും അവകാശികളായി തീരുന്ന
ജമാഅത്തിന്റെ ഭാഗമായി നാം മാറട്ടെ. അതില്ലാതെ അള്ളാഹുവിന്റെ ഫضل ലഭിക്കില്ല. അള്ളാഹു എല്ലാവർക്കും ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ജുമാ നമസ്കാരത്തിന് അസറിന് ശേഷം 2 ജനാസ ഞാൻ നമസ്കരിപ്പിക്കുന്നതാണ്. ആദ്യത്തെ ജനാസ ഒരു ഷഹീദിന്റേതാണ്. ബഹുമാന്യനായ താരിഖ് അഹമ്മദ് സാഹിബിന്റേതാണ്. മുബാറക് അഹമ്മദ് സാഹിബിന്റെ മകനാണ്. ഇദ്ദേഹത്തിന്റെ ജനനം ലയ്യയിലുള്ള ഒരു ഗ്രാമത്തിലാണ് നടന്നത്. താരിഖ് സാഹിബിന്റെ ജനനത്തിന് 2 മാസം മുമ്പേ പിതാവ് വഫാത്തായിരുന്നു. താരിഖ് സാഹിബിന്റെ വയസ്സ് 41 ആയിരുന്നു. നല്ല കഴിവുള്ള വ്യക്തിയായിരുന്നു. 2012 മെയ് 17 താരിഖ് സാഹിബ് സാധനങ്ങൾ വാങ്ങാനായി ലയ്യയിലെ കരോഡ് എന്ന സ്ഥലത്ത് പോയി. കുറച്ച് പണമെല്ലാം വ്യാപാരികൾക്ക് തിരിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഏകദേശം 4 മണിക്ക് വീട്ടിലേക്ക് ഫോൺ ചെയ്തുകൊണ്ട് പച്ചക്കറിയെല്ലാം വാങ്ങിയിട്ടുണ്ടെന്നും മറ്റു വല്ലതും വേണോ എന്ന് വിളിച്ചു ചോദിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. രാത്രിയായിട്ടും വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, എന്നാൽ അതിന് കഴിഞ്ഞില്ല. പിന്നീട് അറിയാൻ കഴിഞ്ഞത് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ അജ്ഞാതരായ ചിലർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്നാണ്. അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോയതാണെന്നും അറിഞ്ഞു. കൈകാലുകൾ കെട്ടിയിട്ടിരുന്നു. അതിക്രൂരമായ മർദ്ദനങ്ങളാണ് അയച്ചുവിട്ടത്. മർദ്ദനത്തിനിടെ ഒരു കാൽ ഒടിച്ചു കളഞ്ഞിരുന്നു. തോളല് പൊട്ടിയിരുന്നു. മുട്ടുകാലുകളിൽ ആണി അടിച്ചു കയറ്റിയ അടയാളമുണ്ട്. കണ്ണിനും നല്ല പരിക്ക് പറ്റിയിരുന്നു. തലക്കും നല്ല പ്രഹരം ഏറ്റിരുന്നു. മർദ്ദനത്തിന് ശേഷം അവർ തലക്ക് വെടിവെക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ ഷഹീദാക്കുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വളരെ ക്രൂരമായ മർദ്ദനത്തിന്റെ മറ്റൊരു വശം ഇതാണ്. എല്ലാം തന്നെ ക്രൂരമർദ്ദനമാണ് നൽകിയത്. ഒരു ഡ്രമ്മിലിട്ട് അവസാനം രാജൻ ഷാ നദിയിൽ ഒഴുക്കുകയുണ്ടായി. യാദൃച്ഛികമായി ആ നദി അടഞ്ഞുകിടക്കുകയായിരുന്നു. അല്ലെങ്കിൽ മയ്യത്തിനെ കുറിച്ച് ഒന്നും അറിയാൻ കഴിയുമായിരുന്നില്ല. അടുത്ത ദിവസം പോലീസ് വന്നു. ഒരു ശവം കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ മുഖം നോക്കി മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അത്രമാത്രം മർദ്ദിച്ചിരുന്നു. അടുത്ത ബന്ധുക്കൾ വസ്ത്രമുഖേനയും മറ്റു അടയാളങ്ങൾ മുഖേനയും അദ്ദേഹത്തെ തിരിച്ചറിയുകയാണുണ്ടായത്. അമീർ സാഹിബിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത് ജമാഅത്തിന്റെ എതിർപ്പല്ല എന്നാണ് പറയുന്നത്. ജമാഅത്തിനോടുള്ള വിദ്വേഷം കൊണ്ട് തന്നെയാണ് ഈ കൊല നടന്നത്. കാരണം ഇദ്ദേഹം സ്വാത്വികനായിരുന്നു. ആർക്കും ഒരു വിരോധവും ഇദ്ദേഹത്തോടുണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ഇദ്ദേഹത്തിന്റെ പദവി ഉയർത്തുമാറാകട്ടെ. ശത്രുക്കളുടെ നാശം വേഗം വരുത്തട്ടെ. അഹമ്മദിയത്തിന് അനുകൂലമായി വ്യക്തമായ അടയാളങ്ങൾ പ്രകടമാക്കട്ടെ. ഓർക്കുക, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ദുആയിലേക്ക് നാം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിനോട് അടയാളം ചോദിക്കുന്നില്ലെങ്കിൽ, അള്ളാഹു വാഗ്ദാനം ചെയ്ത വിജയം നമുക്ക് കാണാൻ സാധ്യമല്ല. അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ലഭിക്കുന്ന വിജയങ്ങളാണ് ശത്രുവിന് പോലും വ്യക്തമായി കാണാൻ കഴിയുക. അങ്ങനെ ശത്രു പോലും സ്വീകരിക്കാൻ തയ്യാറായിരിക്കും. അള്ളാഹുവിന് മുമ്പിൽ വളരെ വിനീതരായി നാം കുമ്പിടുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാകുമ്പോഴാണ് അത്ഭുതങ്ങൾ ഉളവാകുന്ന വിജയങ്ങൾ ലഭിക്കുക. അതോടൊപ്പം അള്ളാഹുവിന്റെയും സമസൃഷ്ടികളുടെയും കടമകൾ പാലിക്കുന്നവരായി നാം മാറണം. അള്ളാഹു നമുക്ക് ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഷഹീദിന്റെ ഒരു സഹോദരൻ ആരിഫ് അഹമ്മദ് സാഹിബ് ജമാഅത്തിന്റെ മുറബിയാണ്. പല ഗുണങ്ങളും അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു.
इनके ഇദ്ദേഹത്തിന്റെ मोहतरमा के अलावा ഭാര്യ കൂടാതെ 6 ആൺകുട്ടികളും 2 बेटियां हैं। 2 പെൺകുട്ടികളുമുണ്ട്. बड़े बेटे की उम्र 18 साल, മൂത്ത മകന്റെ വയസ്സ് 18 ആണ്. ചെറിയ കുട്ടിയുടെ വയസ്സ് 2 വർഷവുമാണ്. रखे। ഇതിനിടയിലാണ് എല്ലാ കുട്ടികളും. ഇവരെയെല്ലാം അള്ളാഹു തന്റെ സംരക്ഷണത്തിൽ വെക്കട്ടെ. दूसरा एक जनाजा രണ്ടാമത്തെ ജനാസ ഷെയ്ഖ് അബ്ദുസ്സലാം സാഹിബിന്റെ ഭാര്യ അമത്തുൽ കരീം സാഹിബയുടേതാണ്. 3 मई को वफात पा गई। इन्ना लिल्लाहि व इन्ना इलैहि राजिऊन। റബുബ സ്വദേശിയാണ്. മെയ് 3-നാണ് വഫാത്തായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആദ്യകാലത്ത് റബുവയിൽ താമസിക്കാൻ വന്ന കുടുംബത്തിലെ ഒരംഗമായിരുന്നു. മൂസിയ ആയിരുന്നു. 3 बेटियां ഇവർക്ക് 3 പെൺകുട്ടികളും 5 ആൺകുട്ടികളുമാണുള്ളത്. लफीस साहिब അബ്ദുൽ ഹഫീസ് സാഹിബ് എന്ന മകൻ ഇവിടെയുണ്ട്. ഹോളണ്ടിലും റബുവയിലുമെല്ലാം ഉണ്ട്. 2 പേരക്കുട്ടികൾ UK ജാമിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇവരുടെയും പദവി ഉയർത്തുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر. اللهم